ഇന്നത്തെ സിനിമ അപ്ഡേറ്റ്സ് ഒക്കെ ഈ വീഡിയോയിൽ നോക്കാം. ഇന്ന് ഗംഗുലിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ അങ്ങനെ ബയോപിക് ആയിട്ട് വരാൻ പോണ ഡാഡ സിനിമയിലെ ഫസ്റ്റ് ലുക്ക് വന്നു. ഇതിൽ രാജ്കുമാർ ആണ് ഗംഗുലിയായിട്ട് ആക്ട് ചെയ്തിരിക്കുന്നത്. ഈ ലുക്കിൽ ഗംഗുലിയുടെ ഐക്കോണിക് മൂവ്മെന്റ് ആയ ഷട്ടിലാത്ത മൂവ്മെന്റ് ഇങ്ങനെ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇത് അടുത്ത വർഷം മെയ് 14 റിലീസ് ചെയ്യും. ധനുഷ് ഒരു പോസ്റ്റ് ഇട്ട് തന്റെ അടുത്ത സിനിമ വെങ്കട് പ്രഭുവിന്റെ കൂടെയാണെന്ന് ഒരു ഇന്ത്യ വന്നിരിക്കുക. ഇത് വലിയ ബഡ്ജറ്റിൽ വരാൻ പോണ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണെന്നും ഇതിൽ സായ് അഭ്യങ്കർ ആണ് മ്യൂസിക് ഇടാൻ പോണെന്ന് റിപ്പോർട്ട് വരുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് പറഞ്ഞ 10-ാം തീയതി വരും. യാഷിന്റെ ടോക്സിക്കിൽ നിന്ന് ടാബാഗി എന്നൊരു വീഡിയോ സോങ് റിലീസ് ചെയ്തിട്ടുണ്ട്. സോങ് കേൾക്കാൻ കൊള്ളില്ലെങ്കിലും കാണാൻ കൊള്ളാമായിരുന്നു. ഒരു തുണ്ട് കണ്ട ഫീല. യാഷ് ആണ് ഇതിൽ കൈര അഡ്വാണിയെ പണ്ണി വെച്ചിരിക്കുക. ഇനി എത്ര പേര് ഇങ്ങനെ പണ്ണി എന്ന് കണ്ടു തന്നെ അറിയണം. ദിലീഷ് പോത്തൻ മോഹൻലാലിനോ ചെറുക്കൻ നെടുകണ്ട മിരാക്കിൾ എന്ന സിനിമയിൽ ആസിഫ് അലിയും ജോയിൻ ആയിരിക്കുക. മോഹൻലാലിനെയും ആസിഫ് അലിനെയും നമുക്ക് ഒരുമിച്ച് ഉടനെ തന്നെ സ്ക്രീനിൽ കാണാം. ജോജു ജോസിന്റെ വരവ് സിനിമയിൽ ഇരുന്ന് സാനി അയ്യപ്പന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിരിക്കുക. ലിസ എന്ന ക്യാരക്ടറായിട്ടാണ് ഇവർ പ്ലേ ചെയ്തിരിക്കുന്നത്. കല്യാണിയുടെ റീമിക്സ് സോങ്ങിൽ പെർഫോം ചെയ്ത് സണ്ണി അയ്യപ്പ വൻ ട്രെൻഡിൽ നിൽക്കുക. വിസ്മയ മോഹൻലാൽ ഡെബ്യൂട്ട് ചെയ്യുന്ന തുടക്കം സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ 10-ാം തീയതി റിലീസാവും. തുളിർമാല എന്നാണ് സോങ്ങിന്റെ പേര്. കാന്താര 2 കണ്ടവർക്കെല്ലാം അറിയാം ഇതിന്റെ തേർഡ് പാർട്ട് കൊണ്ടുവന്ന്. ആ തേർഡ് പാർട്ടിന്റെ റൈറ്റിംഗ് വർക്കെല്ലാം തുടങ്ങി കഴിഞ്ഞു എന്ന് ഋഷഭ് ഷെട്ടി റിവീൽ ചെയ്തിരിക്കുക. ഒരു 2 അല്ലെങ്കിൽ 3 വർഷത്തിനകം നമുക്ക് കാന്താരയുടെ തേർഡ് പാർട്ടിനെ കാണാം. ഗോഡ്സില -0 പുതിയ ട്രെയിലർ നാളെ റിലീസ് ആവും. രാംചരന്റെ പെടി നാളെ സ്ട്രീം ചെയ്യും. ഈ സിനിമ കാണണമെന്നുള്ള എല്ലാവർക്കും നാളെ കാണാം. ഇന്നത്തേക്ക് ഇത്ര അപ്ഡേറ്റ്സേ ഉള്ളൂ. ഇതേപോലെ ഡെയിലി പറഞ്ഞ സിനിമ അപ്ഡേറ്റ്സ് എല്ലാം അറിയണമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ യൂണിവേഴ്സിലേക്ക് ജോയിൻ ആയിക്കോ.